Dear students, myself Vishnu S. Nair, Assistant Professor in Mechanical Engineering Department, SNIT Adur. Today we are going to discuss the topic CVP Analysis, that is Cost Volume Profit Analysis, and after that we will be discussing the topics BEP, Break-Even Point, and which is in the Module 1 of Industrial Engineering in S8 Mechanical. Before going into the topic, we are supposed to learn some of the terms. That is, first one is fixed cost. What is fixed cost? A cost that does not change with an increase or decrease in the amount of goods or services produced is called fixed cost. Fixed costs are expenses that have to be paid by a company independent of any business activity such as rent, advertising, insurance and office supplies. It is one of the two components of total cost of a good or service along with the variable cost. So fixed cost എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന് ആസ്പെക്റ്റ് ആയിട്ട് അതിൻ്റെ ചേഞ്ചസ് ഉണ്ടാവത്തില്ല. നമ്മൾ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ നേരത്ത് അതിനകത്ത് കുറേ കോസ്റ്റ് ഇൻവോൾവ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ ചിലത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ടിനെ ബേസ് ചെയ്ത് അത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അത് കൂടിക്കൊണ്ടിരിക്കും. ചിലത് എമൗണ്ടിനെ ബേസ് ചെയ്തല്ലായിരിക്കും വരുന്നത്, അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. സപ്പോസ് ഫിക്സഡ് കോസ്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മെഷീനറി, നമ്മൾ മെഷീനറിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് അതൊരു ഫിക്സഡ് കോസ്റ്റാണ്. നമ്മൾ പ്ലാന്റ് നിർമ്മിക്കാൻ ആവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് അതെല്ലാം ഫിക്സഡ് കോസ്റ്റിലാണ് വരുന്നത്. And the second cost is variable cost. A variable cost is a corporate expense that varies with production output. Variable costs are those costs that vary depending on a company's production's volume. They rise as the production increases and fall as the production decreases. The total quantity of units produced into variable cost per unit equal to total variable cost. അതായത് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചിലവുകൾ ഈ പറഞ്ഞ രീതിയിൽ, അതായത് നമ്മൾ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നോ അതനുസരിച്ച് അത് കൂടിക്കൊണ്ടിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, മെറ്റീരിയൽ ചാർജ്, ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ പ്രൊഡക്ഷൻ എന്തുമാത്രം വരുന്നുണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. എത്ര യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, 10 പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 10 വാങ്ങി അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നമ്മൾ കൊടുത്താൽ മതി. 100 ആണെന്നുണ്ടെങ്കിൽ ആ 100 ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അവിടെ വരുന്നുണ്ട്, മെറ്റീരിയൽ കോസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഈ 10 മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിലും 100 മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് സെയിം മെഷീനാണ് വാങ്ങിക്കേണ്ടത്. ആ മെഷീനിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്നത് എന്താണ്, അത് ഫിക്സഡ് കോസ്റ്റ്. മെറ്റീരിയൽസിന് വേണ്ടി ചിലവാക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ചിലവാക്കുന്നത് അതെല്ലാം വേരിയബിൾ കോസ്റ്റിലേക്ക്. സോ ഇതൊരു ഗ്രാഫാണ്. ഓക്കെ, ഗ്രാഫിൻ്റെ എക്സ് ആക്സിസിൽ നമ്മൾ യൂണിറ്റ്സ്, നമ്പർ ഓഫ് യൂണിറ്റ്സും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ വൈ ആക്സിസിൽ എമൗണ്ട്, എത്രയാണ് എമൗണ്ട് വരുന്നതെന്നാണ് നമ്മൾ പ്ലോട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെയെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും പറഞ്ഞത്, അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് എമൗണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഫിക്സഡ് കോസ്റ്റിൻ്റെ ലൈന് എക്സ് ആക്സിസിന് പാരലായിട്ട് വന്നേക്കുന്നത്. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എമൗണ്ട് യൂണിറ്റ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വേരിയബിൾ കോസ്റ്റ് കൂടിക്കൂടി വരും. അതാണ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു ലൈൻ ഇവിടെ വന്നേക്കുന്നത്. സോ ഇത് രണ്ടിൻ്റെയും കൂടെ സം ആയിരിക്കും എന്തോ പറയുന്നത്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫിക്സഡ് കോസ്റ്റിൻ്റെയും വേരിയബിൾ കോസ്റ്റിൻ്റെയും കൂടെ സമ്മാണ്. ദാറ്റ് ഈസ് എഫ് പ്ലസ് ബി എക്സ്. ഓക്കെ, വേറെ എക്സ് എന്നുള്ള യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോൾവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വി എന്ന് പറയുന്ന വേരിയബിൾ കോസ്റ്റും ആണെന്നുണ്ടെങ്കിൽ എഫ് ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് വി എന്ന് പറയുന്ന വേരിയബിൾ കോസ്റ്റ് ഇൻറ്റു നമ്പർ ഓഫ് വി വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. എഫ് ഈസ് ഈക്വൽ ടു, സോ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എഫ് പ്ലസ് വി ഇൻറ്റു എന്നുള്ളതാണ് വരുന്നത്. നെക്സ്റ്റ് ഈസ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. The cost volume profit analysis is used to determine how changes in the cost and volume affect a company's operating income and net income. This is a very powerful tool in managerial finance and accounting. It is one of the most widely used tools in managerial accounting to help managers make better decisions. How many units of its products must a firm sell to break even? How many units
of its products must a firm sell to earn a certain amount of profit? Should a firm invest in highly automated machinery and reduce its labor force? Should a firm advertise more to improve its sales? സോ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് എത്രത്തോളം യൂണിറ്റ് വിറ്റാൽ അവർ മുതൽ മുടക്കിയ ക്യാഷ് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഒരു certain പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം വിൽക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. So in performing this analysis, there are several assumptions made. That is, sales price per unit cost is constant, variable cost per unit are constant, total fixed costs are constant, everything produced is sold. Costs are only affected because the activity changes. CVP analysis begins with the basic profit equation. That is, ഇതൊരു ഇക്വേഷനാണ് വന്നേക്കുന്നത്. P is equal to selling price per unit. X എന്ന് പറയുന്നത് number of units produced and sold. B എന്ന് പറയുന്നത് variable cost per unit. F total fixed cost ആണ്. OP എന്ന് പറയുന്നത് operating profits ആണ്. T tax rate ആണ്. Sales revenue is equal to the number of units sold item times the price you get for each unit. That is, sales revenue എന്ന് പറയുന്നത് P into X ആണ്. Selling price into number of units sold ആണ്. So the break-even point, it is a point at which the total cost and total revenue are equal. There is no net loss or gain. At break-even, it is the point at which the total cost and total revenue are equal. There is no net loss or gain at this point. At break-even sales, revenue minus total cost is 0. That is, sales revenue minus total cost is equal to 0. So break even point എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഫിക്സഡ് കോസ്റ്റ് പോകുന്നുണ്ട്. ഓക്കെ, ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെ ലൈന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് പോകുന്നത്. അങ്ങനെയെന്നുണ്ടെങ്കിൽ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ലൈനാണ് ഡിനോട്ട് ചെയ്യുന്നത്. 0-ൽ നിന്നും തുടങ്ങി ഗ്രാജുവലായിട്ട് പോകുന്നു. പക്ഷേ ഇതിൽ ഏതോ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ മുതൽ മുടക്കിയ ക്യാഷിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റ്, അതിന് ശേഷം നമുക്ക് കൂടുതൽ കിട്ടും. അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഈ വേരിയബിൾ കോസ്റ്റും ഈ ഫിക്സഡ് കോസ്റ്റിനും അത് രണ്ടും കൂടെ കൂടിയിട്ടാണല്ലോ ടോട്ടൽ കോസ്റ്റ് വരുന്നത്, അതിനെ ഓവർകം ചെയ്തിട്ടുള്ളൊരു എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് വന്ന് തുടങ്ങും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ബ്രേക്ക് ഈവൻ പോയിന്റ്. അത് ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ, ആ പോയിന്റിന് ശേഷം കിട്ടുന്നതായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, so thank you all. Hope you have enjoyed this video.